ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ അശ്വതി ഗംഗ. ഇന്ന് ഞാൻ നേരിട്ട് വീഡിയോയിലോട്ട് എടുക്കുകയാണ് കേട്ടോ. ഇന്നൊരു പെഡിക്യൂർ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പം അതിനുവേണ്ടി ആദ്യം തന്നെ കുറച്ച് ഇളം ചൂടുള്ള വെള്ളം എടുത്തേക്കുന്നത്, നമ്മുടെ കാലിന് താങ്ങാൻ പറ്റുന്ന അത്രയും ചൂടുള്ള വെള്ളം. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. അതുകൂടാണ്ട് ഷാമ്പു ആണ് ചേർക്കുന്നത് കേട്ടോ. ഏത് ഷാമ്പു നമുക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ ഹെയറിൽ യൂസ് ചെയ്യുന്ന ഷാമ്പു ആണ് എടുത്തേക്കുന്നത് കേട്ടോ. ഷാമ്പു ആഡ് ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാൻ മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് നാരങ്ങാനീര് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഒരു നാരങ്ങയുടെ പകുതിയാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ നാരങ്ങയുടെ തൊണ്ടും കൂടി ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ അതിൽ തൊണ്ടുണ്ടായില്ല, ഞാൻ ജ്യൂസ് ആയിട്ട് എടുത്തു വെച്ചേക്കുന്ന അതായിരുന്നു. അപ്പോൾ ഞാനത് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നാരങ്ങയുടെ തൊലി ഉണ്ടെങ്കിൽ നമുക്കത് വിരലുകളൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്യാനായിട്ട് അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. ഹാഫ് ലെമൺ ജ്യൂസ് എടുത്താൽ മതി. അപ്പോൾ ഇത്ര എടുത്തിട്ട്, ഇത് എൻ്റെ കാലമല്ല, ഞാൻ ഹസ്ബൻഡിൻ്റെ കാലാണ് ചെയ്യുന്നത്. അപ്പോൾ അനു പെഡിക്യൂറൊന്നും അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അവൻ്റെ കാല് ചെയ്ത് കൊടുക്കാമെന്ന്. കാരണം ഞാൻ ചെയ്യാറുണ്ട്, മാസത്തിലൊരിക്കലും 2 മാസം കൂടുമ്പോൾ ഞാൻ ചെയ്യാറുണ്ട്. അപ്പം ഈ കാലിൽ തന്നെ ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ പിടിച്ചിരുത്തിയതാണ് കേട്ടോ. വരാനൊക്കെ വളരെ മടിയായിരുന്നു. അപ്പോൾ അങ്ങനെ പിടിച്ചിരുത്തിയതാണ്. 10 മിനിറ്റോളം വെള്ളത്തിൽ കാല് വെച്ചിരിക്കുക. അപ്പോൾ നന്നായിട്ട് കാല് കുതിർന്ന് വരും. അതിനുശേഷം നമുക്ക് ഇത് ചെയ്യാൻ വളരെ ഈസിയാണ്. നമുക്കിത് പാർലറൊന്നും പോയി ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. ഇങ്ങനെ 10 മിനിറ്റ് വയ്ക്കുമ്പോഴത്തേക്കും നന്നായിട്ട് ഒരു കുതിർന്നിടുമ്പോൾ അപ്പോൾ നമുക്ക് നന്നായിട്ട് ഒരു ബ്രഷ് എടുക്കുക. നമ്മൾ യൂസ് ചെയ്തിട്ട് ചീത്തയായപ്പോൾ ബ്രഷ് എടുത്തിട്ട് അങ്ങനത്തെ ബ്രഷ് എടുത്താൽ മതി. എന്നിട്ട് വിരലിൻ്റെ ഇടയിലൊക്കെ ഉള്ള നന്നായിട്ട് എന്താ പറയുക, ബ്രഷ് ചെയ്ത് കളയുമ്പോഴത്തേക്കും ചെളിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൊക്കോളും. നല്ല ക്ലീനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. 2 കാലിലും വിരലിലും അങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ പറഞ്ഞല്ലോ, പാർലറിൽ പോയി ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. പെഡിക്യൂർ ഒക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഞാൻ വിചാരിച്ച അനുവിൻ്റെ കാലിൽ ചെയ്ത് കൊടുക്കണം കുറച്ച് നാളായിട്ട് ഞാൻ വിചാരിക്കുന്നത്. കാരണം അനുവിന് കാലത്ര കെയർ ചെയ്യാത്ത ആളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കാലിൽ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ 2 കാലിലും ഇതുപോലെ തന്നെ ചെയ്ത് കൊടുത്തു. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താണ് പറയുക, ഒരു പാക്ക് പോലെ നമ്മൾ ഫേസിലൊക്കെ ഇടുന്ന പോലെ തന്നെ കാലിലും ഒരു പാക്ക് വേണ്ടിയിട്ടിരിക്കാം. നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ട്, ഓട്സും കൊണ്ടൊരു പാക്ക്, ഓട്സും പാലൊക്കെ മിക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ കടലമാവും മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തിട്ട് പാക്കിട്ട് 10 മിനിറ്റ് ഇരിക്കാൻ വേണമെങ്കിൽ അതിനുശേഷം സ്ക്രബ് ചെയ്തിട്ട് കഴുകിക്കളയാം. ഞാനിപ്പോൾ പാക്ക് ഇടുന്നില്ല, ജസ്റ്റ് ബാക്കി സ്റ്റെപ്സ് മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ബ്രഷ് ഇങ്ങനെ വിരലിൽ ചെയ്തതിന് ശേഷം നമുക്കൊരു നെയിൽ കട്ടർ യൂസ് ചെയ്തിട്ട് വിരലിൻ്റെ ഇടയ്ക്കും നഖത്തിൻ്റെ ഇടയ്ക്കൊക്കെ ഉള്ള ചെളിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇതൊക്കെ നമ്മൾ നഖം വെട്ടുമ്പോൾ ചെയ്യുന്ന സംഭവമാണല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കാം. പിന്നെ ക്യൂട്ടിക്കിൾ പുഷ് ചെയ്ത് കൊടുക്കാം. അങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഈ നെയിൽ കട്ടർ കൊണ്ട് ചെയ്യാം. വേറെ ഒരു പെഡിക്യൂർ കിറ്റിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നെയിൽ കട്ടറാണ് യൂസ് ചെയ്യുന്നത്. ക്യൂട്ടിക്കിൾ പുഷ് ചെയ്ത് കൊടുക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് ഈസി ആയിട്ട്. പിന്നെ ആണെങ്കിൽ നഖം വെട്ടാൻ ഉണ്ടെങ്കിൽ വെട്ടാം. അപ്പം ഞാൻ അനുവിന് ഇത് ചെയ്യാൻ കുറച്ച് മടിയായിരുന്നു. വേറൊന്നും കൊണ്ടല്ല, അനുവിൻ്റെ കാലത്ര ഭംഗിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മടിയായിരുന്നു. അപ്പം കാലിലെ ഭംഗിയല്ല, അല്ലെങ്കിൽ കാണാനുള്ളതല്ലോ, അത് കാലെത്രമാത്രം നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നു എന്നുള്ളതല്ലേ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാൻ എൻ്റെ ഒരു ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ അപ്പുറ സൈഡിലൊരു സംഭവം ഉണ്ടായിരുന്നു, അത് പോയി. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്യൂമി സ്റ്റോൺ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ബ്രഷ് ആയാലും മതി. പിന്നെ നിങ്ങളുടെ കാലിൽ വിണ്ട് കീറിയിട്ടുണ്ടെങ്കിൽ, ഉപ്പൂറ്റിയൊക്കെ വിണ്ട് കീറിയിട്ടുണ്ടെങ്കിൽ, ഇതിന് കല്ലിൽ യൂസ് ചെയ്ത് നമുക്ക് ഉപ്പൂറ്റിയിലൊക്കെ ഉള്ള ആ ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ചെയ്യാം. പക്ഷേ വിണ്ട് കീറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കല്ലൊന്ന് യൂസ് ചെയ്ത് പ്യൂമി സ്റ്റോൺ യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അതൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്നും കൂടി കാൽ നന്നായിട്ട് കഴുകി ഇത്രേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ കാല് ഒന്ന് തുടച്ചതിന് ശേഷം ഒരു മോയ്സ്ചറൈസർ കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇത്രേ ഉള്ളൂ നമ്മുടെ പെഡിക്യൂർ വന്നിട്ട്. ഒരു മാക്സിമം പോയ ഒരു 15 മിനിറ്റ് എടുക്കുള്ളൂ കേട്ടോ. എല്ലാവർക്കും നോക്കാൻ പറ്റിയ ഒരു സംഭവമാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കാല് വൃത്തിയായിട്ട് സൂക്ഷിക്കുക.